ടൈമുണ്ട് കേട്ടോ, ടൈമറുണ്ട് ഇതിനകത്ത്. അപ്പം ഞാനല്ലെങ്കിൽ അങ്ങനെ ഓഫാണ്. Okay, good morning children. In the last day we have seen phonetics. Phonetics-നകത്ത് നമ്മൾ കുറച്ച് കോൺസണന്റ് സൗണ്ട്സും കണ്ടു, കുറച്ച് വവൽ സൗണ്ട്സും കണ്ടു ഇല്ലേ? കോൺസണന്റ് സൗണ്ട്സ് നിങ്ങൾ നോക്കിയായിരുന്നോ? പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക്, അതായത് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ 24 സൗണ്ട്സ്, 24 ലെറ്റേഴ്സ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇല്ലേ? കോൺസണൻസ് ആൻഡ് വവൽ സൗണ്ട്സ് എല്ലാം കൂടെ 26 ആണ് കണ്ടിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഫോണറ്റിക്സിൽ ഈ ഓരോ ലെറ്റേഴ്സിനും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള സൗണ്ട്സ് കൊടുക്കും. അങ്ങനെ ഓരോ ലെറ്റേഴ്സിനും ഓരോ സൗണ്ട്സ് കൊടുക്കുന്നത് കൊണ്ട് ഫോണറ്റിക്സിലെ സൗണ്ടുകൾ എത്ര ഉണ്ട്? കോൺസണൻസ് തന്നെ 24ഉം വവൽസ് എന്ന് പറയുന്നത് എത്ര ഉണ്ട്? വവൽസ് എന്ന് പറയുന്നത് 12ഉം ഉണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. കോൺസണൻസ്, അതായത് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ നമ്മൾ 26 ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫോണറ്റിക്സിൽ നമ്മൾ ആ ഓരോ ലെറ്റേഴ്സിനും കുറേ സൗണ്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫോണറ്റിക്സിൽ നമ്മൾ കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറയുന്നത് 24ഉം വവൽ സൗണ്ട്സ് എന്ന് പറയുന്നത് 12ഉമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറയുന്നത് ഏതൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ ഇത് പഠിക്കണം കേട്ടോ. പ, ബ, ക, ഡ, ട. പിന്നെ ജ സൗണ്ട് നമ്മൾ ഏതായിരുന്നു യൂസ് ചെയ്തത്? ജ. പിന്നെ ഷ. അങ്ങനെ കുറെ കോൺസണന്റ് സൗണ്ട്സ് നമ്മൾ കണ്ടു. അപ്പൊ അതെല്ലാം നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കുക. അതിന്റെ ഉച്ചാരണം എന്താണ് എന്ന് കൂടി നന്നായിട്ട് എഴുതി പഠിക്കുക. പിന്നെ ഴ, സ, ഇങ്ങനെ 24 കോൺസണന്റ് സൗണ്ട്സ് ആണ് നമുക്ക് ഫോണറ്റിക്സിനകത്തുള്ളത്. ഈ സൗണ്ട്സ് വെച്ചിട്ടാണ് നമ്മൾ ഫോണറ്റിക്സിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തുന്നത്. ഇതിന് നമ്മൾ ചേർന്ന് നമ്മൾ കുറച്ച് വവൽ സൗണ്ട്സും പഠിച്ചിരുന്നു. ഏതൊക്കെയാണ്? ലോങ് വവൽസ് എന്നും പറഞ്ഞുകൊണ്ട് ഇ, എ, ആ ഇല്ലേ? ഈ വവൽ സൗണ്ട്സ് പഠിച്ചിരുന്നു. പിന്നെ പഠിച്ചിരുന്ന സൗണ്ട്സ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഓ ഉണ്ടായിരുന്നു, ഓ ഉണ്ടായിരുന്നു, ഊ ഉണ്ടായിരുന്നു, ഊ ഉണ്ടായിരുന്നു ഇല്ലേ? പിന്നെ ഏതാ നമ്മൾ പഠിച്ചത്? സെൻട്രൽ വവൽ സൗണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചിരുന്നു. ഏതായിരുന്നു സെൻട്രൽ വവൽ? ഈ ഒരു സൗണ്ട് അല്ലേ? ആ. ഇതിന്റെ എല്ലാം സൗണ്ട്സ് ഏതായിരുന്നു? ഇത് ഈ, ഇത് ഈ, ഇതിന്റെ സൗണ്ട് എ കേട്ടോ. ഇതാണ് എ, ഇത് ആ, പിന്നെ ഇത് ഓ, ഓ ലോങ് വവൽ ഓ, ഇത് ഊ, ഇത് ഊ. ഇത് ജസ്റ്റ് ആ, അപ്പ്. അപ്പ് നമ്മൾ പറയുന്നതിന് ഈ ഒരു ജസ്റ്റ് ഓപ്പൺ ആ എന്ന് പറയുന്നതിന് ആ എന്ന സിമ്പൽ സെൻട്രൽ വവലായിട്ട് യൂസ് ചെയ്യും. നോക്കാം. ശ്രദ്ധിക്കേണ്ട കോൺസണന്റ് സൗണ്ട്സ് ചേ കേട്ടോ. ഇത് ശ്രദ്ധിക്കണം. ച എന്ന് പറയുന്നതിന് നമ്മൾ ച as in ചിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് ശ്രദ്ധിച്ചേ. ചിന്നിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ച എന്ന് പറയുന്ന സൗണ്ട് നമ്മൾക്ക് ഇതാണ് അല്ലേ? അതിലൂടെ ഇ എന്ന സൗണ്ടും ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെ വരും? ഇതാണ് ച എന്ന സൗണ്ട്. ഇതിലൂടെ ഇ കൂടെ ചേർത്ത് വരുമ്പോൾ ചിൻ കേട്ടോ. ചിൻ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തത് കണ്ടോ? ചിൻ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തത്? ച എന്ന സൗണ്ട് ചിൻ. നമ്മൾ ഒരിക്കലും സ്പെല്ലിംഗ് അല്ല ഫോണറ്റിക്സിൽ നോക്കേണ്ടത്, പ്രൊനൗൺസിയേഷൻ ആണ്. അപ്പൊ ച എന്ന് പറയുന്ന സൗണ്ട് നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് നോക്കണം. ഈ സൗണ്ട് ച. ഇ, ചി എന്ന് വരുമ്പോൾ ചെയുടെ കൂടെ നമ്മൾ ഷോർട്ട് വവൽ ഇയും കൂടെ ചേർക്കുക. ചി. ഇൻ എന്നുള്ള സൗണ്ടും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ ഫോണറ്റിക്കിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തി കഴിഞ്ഞു. ചിൻ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ട്രാൻസ്ലേഷനകത്ത് വരുന്നത്.
ഇനി നമുക്ക് നമ്മുടെ സെൻട്രൽ വോവൽസ് നമുക്ക് ഒന്നുകൂടെ പരിചയപ്പെടാം. ആയുടെ കൂടെ സെൻട്രൽ വോവൽസ് ആണ് കേട്ടോ. ഇതെല്ലാം നിങ്ങൾ എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ മറന്നു പോകാതിരിക്കത്തുള്ളൂ. ഓരോ ലെറ്റേഴ്സിനും ഓരോ സൗണ്ട്സ് ഉണ്ട്. അത് നന്നായിട്ട് നമ്മൾ വായിച്ചു പഠിക്കും. സെൻട്രൽ വോവലാണ് ആ, ആസ് ഇൻ അ. പ്രൊനൗൺസ് ചെയ്യുന്നത് ആ, ആ ആസ് ഇൻ അ. അപ്പം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പ്. കപ്പാണെങ്കിലോ കപ്പ്, കപ്പ്, ക. കാക്ക് ഏത് സൗണ്ടാണ് യൂസ് ചെയ്യേണ്ടത്? കെ. അതിൻ്റെ കൂടെ ആ എന്നുള്ള സൗണ്ട് കൂടെ വരുമ്പോൾ ക, കപ്പ്. അതായത് നേരെ നമ്മൾ വാ മുകളിലോട്ട് പോകുന്ന സൗണ്ടാണ് ഇത്. ആ, അപ്പ്, കപ്പ്. ഓക്കെ. അടുത്ത നെക്സ്റ്റ് സെൻട്രൽ വോവൽ എന്ന് പറയുന്നത് ഇതാണ് എ. നമ്മൾ സി ഇങ്ങനെ തിരിച്ചെഴുതി അകത്തോട്ട് കയറ്റി എഴുതണം കേട്ടോ. ആ, ഇത് എ. ദിസ് ഈസ് എ. ഓക്കെ, എഴുതിയിട്ടു എ as in tailor. ടൈലറിനകത്ത് നമ്മൾ ട്രാൻസ്ലേഷൻ വരുമ്പോൾ അവസാനം ഒരു ടൈലർ, അവസാനത്തെ ആറ് നമുക്ക് എപ്പോഴും സൈലന്റ് ആയിരിക്കും. അപ്പൊ ടൈലർ എന്ന് നമ്മൾ പറയത്തില്ല, ടൈലർ. ടൈലർ എ വരും അവസാനം, ടൈലർ. അപ്പൊ ആ അവസാനത്തെ സൗണ്ടിന് നമ്മൾ കൊടുക്കുന്നതാണ് എ, ടൈലർ. അതിനകത്ത് ഡിഫ്റ്റോൺസ് ഉണ്ട്, നമ്മളത് പഠിച്ചു വരും. ഇല്ലേ, ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ട്രാൻസ്ലേഷൻ വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എബൌട്ട്, എബൌട്ട് ഉണ്ടോ? എ സൗണ്ട്, എബൌട്ട്, എബൌട്ട്. ഓക്കെ. അടുത്ത നെക്സ്റ്റ് വൺ ഈസ് എ. എയുടെ കൂടെ ലോങ് വോവൽ രണ്ട് കുത്തും കൂടി ഇട്ടപ്പോൾ എ ആയി. ദാറ്റ് ഈസ് as in a or learn. എൻ നമ്മൾ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? എൻ, എ ലോങ് വോവൽ അല്ലേ? എ എൻ, പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ ഇതിനകത്ത് ട്രാൻസ്ലേഷൻ നടത്തണം. അപ്പം എൻ എന്ന് പറയുമ്പോൾ എ എൻ, എ. ഇതാണ് ലേൺ. ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും, ലേൺ എഴുതിയിട്ട് ലേൺ. ക്ലിയർ ആയോ? അപ്പൊ സെൻട്രൽ വോവൽസ് നമ്മൾ കണ്ടു. ആ, എ, ഇത്രയുമാണ് സെൻട്രൽ വോവൽസ്. വോവൽസ് പഠിച്ചു കഴിഞ്ഞാൽ കോൺസണൻസ് ചേർത്ത് നമുക്ക് എളുപ്പത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾസ് ആണ്, നമുക്ക് എളുപ്പത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ക്യാറ്റ്, കട്ട്, ലവ്, ആപ്പിൾ, beat, heat, seat, the beat, leap, book,
ചെയ്യണം. എങ്ങനെയാണ് ക്യാറ്റ് എഴുതുന്നത്? ക്യാറ്റ് ക്യാറ്റ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ ക എന്നുള്ള പ്രൊനൗൺസിയേഷൻ ലെറ്റർ കെ യൂസ് ചെയ്യണം. കെ. then sound cat, sound t, cat. Okay, കണ്ടോ എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ നടത്തിയത്? ക്യാറ്റ് എന്ന് പറയുമ്പോൾ ക എന്ന സൗണ്ട് ആണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് കോൺസണന്റ് ലെറ്റർ ആയി കെ യൂസ് ചെയ്യുന്നു. പിന്നെ ക്യാറ്റ് ആ എന്നല്ല, കാറ്റ് എന്നല്ല, ക്യാറ്റ് ക്യാറ്റ്. അപ്പോൾ എ എന്ന സൗണ്ട്, ഈ എ ആ എന്ന സൗണ്ട് വരും. ക്യാറ്റ് ട് എന്ന സൗണ്ട്. എന്തൊക്കെയാണോ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൗണ്ട്സ് ഏതൊക്കെയാണോ അത് വെച്ചിട്ട് വേണം നമ്മൾ ട്രാൻസ്ലേഷൻ നടത്താൻ. അടുത്ത നോക്കിയേ, കട്ട്. കട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും കെ വരുന്നുണ്ട്. കണ്ടോ? കട്ട് ക എന്ന സൗണ്ടിലൂടെ ആ നമ്മൾ നേരെ ടങ് പൊങ്ങുന്നതാണ് അല്ലേ, നേരെ മുകളിലോട്ട് പോകുന്ന സൗണ്ടാണ് ഈ ആ. കട്ട്. അത് ക്യാറ്റ് ക്യാറ്റ്, ഇത് കട്ട്. അപ്പൊ ആ ഡിഫറൻസ് കണ്ടോണം. ഇത് മാൻ മാൻ നമ്മൾ പറയത്തില്ലേ മാൻ, അപ്പൊ അതിനകത്തും ഒക്കെ ഏത് വരുന്നുണ്ട്? മാൻ. കണ്ടോ ആ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. അത് ക്യാറ്റ്, ഇത് കട്ട്. ആ ജസ്റ്റ് നമ്മുടെ ടങ് മുകളിലോട്ട് പോകുന്നത് കട്ട്. അടുത്ത ലവ്. ലവ് ലവ് ഈ സൗണ്ട് അവരുടെ ലവ്, എൽ ലവ് ലവ്. കണ്ടോ ലവിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കേട്ടോ. ലവ് ആ എന്ന സൗണ്ട് വി കൂടെ വന്നപ്പോൾ ലവ്. പിന്നെ ആപ്പിൾ 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 ആപ്പിൾ. ഓക്കെ ആപ്പിൾ. പിന്നെ ബീഡ് 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 കൂടെ long vowel b bead, b long vowel e d, bead. അടുത്ത heat heat heat. കണ്ടോ ക്ലിയർ ആയോ? then seat seat seat. നമ്മൾ ആദ്യം പ്രൊനൗൺസ് ചെയ്യുക. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഏതൊക്കെ സൗണ്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ സൗണ്ട്സിന്റെ കൂടെ ഏത് വവലാണെന്ന് നോക്കുക. സീറ്റ് ഇ എന്നുള്ളതാണ് പറയുന്നത്, പ്ലസ് ടി സീറ്റ്. ഓക്കെ. അടുത്ത നോക്കിയേ, ബിഡ്. ബിഡ് എന്ന് പറയുമ്പോൾ ഷോർട്ട് വവൽ ബിഡ്, സെയിം. ലിഡ് എന്ന് പറയുമ്പോഴോ ലിഡ്, സെയിം വന്നു. പിന്നെ ബുക്ക് ബുക്ക് ഊ സൗണ്ട്, ബു 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 എന്ന് പറയുമ്പോൾ ബിയുടെ കൂടെ ഊ എന്ന സൗണ്ട് കൂടെ വന്നു, ബുക്ക്. കണ്ടോ? ഇതാണ് ട്രാൻസ്ലേഷൻ, ഫോണറ്റിക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കോൺസണൻസ് നന്നായിട്ട് പഠിക്കുക, ആ സൗണ്ട്സിന്റെ എല്ലാം പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് മനസ്സിലാക്കുക. ഓരോ സൗണ്ട്സിനും ഓരോ പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ട്. ആ പ്രൊനൗൺസിയേഷൻ ഡിസ്റ്റിങ്റ്റീവ് ആയതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, നമുക്ക് ഇത്രയേറെ കോൺസണൻസും വവൽ സൗണ്ട്സും വന്നത്. 24 കോൺസണൻസും 12 വവൽ സൗണ്ട്സുമാണ് ഫോണറ്റിക്സിനകത്തുള്ളത്. പിന്നെ ഇനി നമുക്ക് ഡിഫ്തോങ്സ് എന്ന പേരുള്ള ഒരു സെക്ഷൻ കൂടിയുണ്ട്. അതെന്താണെന്ന് നോക്കാം. എന്താണ് ഡിഫ്തോങ്സ്? എന്താണ് ഡിഫ്തോങ്സ്? ഡിഫ്തോങ്സ് എന്ന് പറയുന്നത് നമ്മൾ വവൽ സൗണ്ട്സ് പഠിച്ചു അല്ലേ? വവൽ സൗണ്ട്സിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഇ പഠിച്ച്, ഇ പഠിച്ച്, ഇ പഠിച്ച്, എ പഠിച്ച്, പിന്നെ ആ പഠിച്ച്, പിന്നെ എന്തുണ്ടായിരുന്നു? ഊ ഊ, പിന്നെ ഓ ഉണ്ടായിരുന്നു, ഓ ഉണ്ടായിരുന്നു, ആ ഉണ്ടായിരുന്നു, എ എ. കണ്ടോ? ഒരു ലിറ്ററിനോട് സൗണ്ട്സും ഉണ്ടല്ലോ, നോക്കില്ല.
one more letter is ഓക്കെ. ഇത്രയുമായിരുന്നു നമ്മൾ വവൽ സൗണ്ട്സ് പഠിച്ചത് അല്ലേ? ഓക്കെ. ഇനിയും ഡിഫ്തോങ്സ് എന്താണ്? നമ്മുടെ വവൽസ് ഇത്രയും നമ്മൾ കണ്ടു. ഇനി ഡിഫ്തോങ്സ് എന്താന്ന് വെച്ചാൽ ഒരു വവൽ സൗണ്ടിന്റെ കൂടെ വേറെ ഒരു വവൽ സൗണ്ടും കൂടെ ചേർന്ന് വന്നാൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഡിഫ്തോങ്സ് എന്ന് പറയാം. വവൽ ഗ്ലൈഡിനാണ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. അതായത് ടങ് ഒരു പൊസിഷനിൽ നിന്നും വേറൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വരുന്ന സൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കോണം, ഊ എന്ന സൗണ്ടിന്റെ കൂടെ എ എന്ന സൗണ്ടും കൂടെ ചേർന്ന് വന്നാൽ, അതായത് ഉ എ എന്ന് ചേർന്ന് വന്നാൽ ആ സൗണ്ട്സിനെ നമുക്ക് എന്ത് പറയാം? ഡിഫ്തോങ്സ് എന്ന് പറയാം. വവൽ ഗ്ലൈഡ്, കോമ്പിനേഷൻ ഓഫ് ടു വവൽ സൗണ്ട്സിനെ നമുക്ക് എന്ത് പറയാം? ഡിഫ്തോങ്സ് എന്ന് പറയാം. അടുത്ത ഇയുടെ കൂടെ എ വന്നാൽ ഇയർ എന്ന് പറഞ്ഞാൽ ഇയർ എന്ന് പറയാം. ഇയറിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതായത് നമ്മുടെ വവൽ സൗണ്ട്സ്, നമ്മുടെ ടങ് ഒരു പൊസിഷനിൽ നിന്നും വേറെ ഒരു പൊസിഷനിലേക്ക് ടങ് മൂവ് ചെയ്യുമ്പോൾ ആ രണ്ട് വവൽ സൗണ്ട്സ് ചേർന്ന് വരും. അങ്ങനെ വരുന്നതാണ് ഇയർ. അപ്പം നമ്മൾ ഇയറിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇയറിന്റെ 6 സൈലന്റ് ആണ്, അവസാനം വരുന്ന 6 സൈലന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഇയറിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? ഇയർ. ഐയുടെ കൂടെ ഈ എ വന്നാൽ എന്തുമായി? ഇയർ. ഇയർ ഉണ്ടോ? അപ്പൊ അങ്ങനെ വരുന്ന വവൽ സൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. രണ്ട് വവൽ സൗണ്ട്സ് ഒന്നിച്ച് ചേരുന്നതിനെയാണ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. ഇയർ. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള ഡിഫ്തോങ്സ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ആ ഡിഫ്തോങ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഡിഫ്തോങ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്ലോസിംഗ് ഡിഫ്തോങ്സ്. ക്ലോസിംഗ് ഡിഫ്തോങ്സ് എന്നുകൊണ്ട് സെന്ററിംഗ് ഡിഫ്തോങ്സ്. ഡിഫ്തോങ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ക്ലോസിംഗ് ഡിഫ്തോങ്സ് ആൻഡ് സെന്ററിംഗ് ഡിഫ്തോങ്സ്. 18 മിനിറ്റായി. അപ്പോൾ കേട്ടെ.